നമസ്കാരം. ഇന്ന് വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് IBS എന്ന് പറയുന്നത്. അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് നമ്മൾ പറയും. എന്ത് കഴിച്ചാലും ടോയ്ലറ്റിൽ പോകാനുള്ളൊരു പ്രവണതയാണ് ഇതിൽ കാണാറുള്ളത്. അതായത് ഭക്ഷണം കഴിച്ചാൽ ഉടനടി ടോയ്ലറ്റിൽ പോകണം. അപ്പോൾ ഒരു പ്രോഗ്രാമിന് പോകാൻ പറ്റില്ല, പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ പലതരത്തിലാണ് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ വരാറുള്ളത്. ഏത് വീടിൻ്റെ നിന്ന് പുറത്ത് പോകാൻ നിൽക്കുമ്പോഴേക്കും അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാനുള്ള ടെൻഡൻസി. ചില ആളുകൾക്ക് ലൂസായിട്ട് പോവും, രണ്ടോ മൂന്നോ തവണ ഒരു ദിവസം തന്നെ ലൂസ് ടൂളായിട്ട് പോകും. ചില ആളുകൾക്കാണെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്നത് വളരെ ബുദ്ധിമുട്ടോട് കൂടിയിട്ടായിരിക്കും. ചില ആളുകൾക്ക് ഇത് രണ്ടും അൾട്ടർനേറ്റ് ആയിട്ട് കാണാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷനിൽ വരാറുള്ളത്, ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നുള്ള ഒരു പ്രശ്നത്തിൽ. അപ്പം ഇന്ന് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഗാഥ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി, കീശ്ശേരി, മലപ്പുറം ഡിസ്ട്രിക്ട്. ഈ ഒരു അസുഖത്തിൻ്റെ വ്യാപ്തി കൂടുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഏപ്രിൽ 19 ഈ ഒരു IBS ഡേ ആയിട്ട് ആചരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സിവിയാരിറ്റി ഇപ്പോൾ എത്രത്തോളം എന്ന് കുറേ ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമായിട്ട് തന്നെ ഇത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ കുടലിൻ്റെ പ്രവർത്തനത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. പലതരത്തിലുള്ള സ്ട്രെസ് ആയിരിക്കാം ഇതിന് കാരണം. അതായത് എന്തെങ്കിലും ഫിനാൻഷ്യൽ, ഫാമിലി, വർക്ക് റിലേറ്റഡ് ആയിട്ട് ഉള്ള ടെൻഷൻ, അങ്ങനെ പലതരത്തിലുള്ള സ്ട്രെസ് ഉള്ള ആളുകളിലാണ് കൂടുതലായിട്ട് ഇത് കാണാറുള്ളത്. ഈവൻ യങ്സ്റ്റേഴ്സിലും സ്ത്രീകളിലുമാണ് കൂടുതലായിട്ട് ഇത് കാണാറുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നമ്മളെ വൻകുടലിൻ്റെ ഒരു പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് നമുക്ക് നോർമലി നമ്മുടെ ഒരു ദഹന പ്രക്രിയ എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം നമ്മുടെ അന്നനാളത്തിലൂടെ ഇറങ്ങി ആമാശയത്തിലെത്തി, ആമാശയത്തിൽ നിന്ന് അത് പിന്നെയും ചെറുകുടലിലേക്കും വൻകുടലിലേക്കും ഒക്കെ എത്തി നമുക്ക് വേണ്ടുന്ന ഈ ഭക്ഷണത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസ് എല്ലാം തന്നെ അത് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യും, ആഗീകരണം ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് പിന്നെ അത് പുറത്തേക്ക് കളയുന്നു. അപ്പോൾ ഇതാണ് ഒരു നോർമൽ ഉള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഭക്ഷണം കഴിച്ച് നമ്മൾ അന്നനാളത്തിലേക്ക് പോയി, അന്നനാളത്തിൽ നിന്നൊക്കെ ഇതൊരു ഒരു താളാത്മകമായിട്ടുള്ള ഒരു റിതം അനുസരിച്ചിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. അതായത് നമ്മൾ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് എന്ന് പറയും. അതായത് ഈ വൻകുടലിലെത്തുമ്പോഴൊക്കെ ഒരു മൂവ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. അതായത് വളരെ ഒരു താളാത്മകമായിട്ടുള്ള ഒരു ചലനം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. ഈ ഒരു പെരിസ്റ്റാൾസിസ് മൂവ്മെന്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ, അതായത് ചില ആളുകൾക്ക് ഈ ഒരു മൂവ്മെന്റ് കുറച്ച് കൂടും. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒരു മൂവ്മെന്റ് പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ നമുക്ക് ലൂസ് ടൂളായിട്ട് വരുന്നു. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഈ ഒരു പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് വളരെയധികം കുറഞ്ഞ് വളരെ പതുക്കെ നടക്കുകയും അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള വെള്ളം ഫുള്ള് അബ്സോർബ് ചെയ്യുകയും ചെയ്യും നമ്മളെ ശരീരം. അങ്ങനെ നമുക്ക് വയറ്റിൽ നിന്ന് പോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടോട് കൂടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ സ്റ്റൂള് വളരെ ഉറച്ചിട്ട് കുറച്ച് മലബന്ധം ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. ചില ആളുകളിൽ ഈ ഒരു IBS എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ പ്രിഡോമിനൻ്റ് ആയിട്ട് കാണാറുണ്ട്. അതായത് മലബന്ധമായിരിക്കും അവർക്ക് കുറച്ചും കൂടി കൂടുതൽ കാണാറുള്ളത്. ചില ആളുകൾക്കായിട്ട് ഡയറിയ, ലൂസ് ടൂൾ ആയിരിക്കും കുറച്ച് കൂടുതലായിട്ട് കാണാറ്. ചില ആളുകൾക്ക് രണ്ടും കൂടിയായിട്ട് കാണാറ്. അതായത് ഒരാഴ്ചയിൽ 5 ദിവസം കോൺസ്റ്റിപ്പേഷൻ ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം വയറ്റിൽ നിന്ന് നന്നായിട്ട് പോവുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയും ചില ആളുകളിൽ കാണാറുണ്ട്. പിന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറും നമ്മളെ ഗട്ടും, അതായത് ഈ ഒരു കുടലൊക്കെ ആയിട്ട് ഫുള്ളി കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മളെ തലച്ചോറാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ബോഡി ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയാണ് നമ്മളെ കൺട്രോൾ വരുന്നത്. അപ്പോൾ ഈ നാഡീവ്യൂഹങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളെ ശരീരം എങ്ങനെയാണത് റിയാക്ട് ചെയ്യുന്നത്? ചില സമയത്ത് നമ്മുടെ ദഹന പ്രക്രിയയായിരിക്കാം ഇത് ബാധിക്കാം. അതായത് ഈ ഒരു നമ്മുടെ ബ്രെയിനും ഗട്ടും എപ്പോഴും കണക്റ്റഡ് ആണ്. സോ ഇതിലെന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴും നമുക്ക് ഈ IBSന്റെ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. പിന്നെ ചില ആളുകൾക്ക് ഫുഡ് ഇൻടോളറൻസ് ഉള്ള ആളുകളിലും കാണാറുണ്ട്. അതായത് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴേക്ക് അവർക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണാം. അപ്പോൾ ചില ആളുകൾക്ക് മിൽക്ക് അലർജി ആയിരിക്കാം, ചില ആളുകൾക്ക് ഗോതമ്പ് പറ്റുണ്ടാവില്ല, മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴേക്ക് അവർക്കൊരു അസ്വസ്ഥത അനുഭവപ്പെടുക. അതായത് ഫുഡ് അലർജി എന്നല്ല അതിന് പറയുക. ഫുഡ് അലർജി എന്ന് പറയുമ്പോൾ നമുക്ക് അലർജി ആയിട്ട് തന്നെ, അതായത് ശരീരത്തിൽ തടിപ്പുകൾ അല്ലെങ്കിൽ ചൊറിച്ചിൽ ഇങ്ങനെയൊക്കെ ആയിട്ട് വരാറുണ്ട്. ഇത് ഫുഡ് അലർജി അല്ല, ഫുഡ് ഇൻടോളറൻസ് ആണ്. നമ്മുടെ ശരീരത്തിന് പറ്റാത്ത വരിക, അതായത് ദഹിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നവ. അത് ചില ആളുകളിൽ അങ്ങനെ ഒരു കാരണം കാണാറുണ്ട്. അതായത് പല ഭക്ഷണത്തിലോടും അവർക്കൊരു ഫുഡ് ഇൻടോളറൻസ് കാണാറുണ്ട്. അപ്പം ഇതെന്താണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ IBS ഉള്ള ഒരു ആള്
അവരെന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് എന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പം നമുക്ക് അലർജി ഉള്ള ആളുകൾക്ക് ഒരു അലർജി ഡയറി കീപ്പ് ചെയ്യാന്ന് പറയും. അപ്പോൾ അലർജി ഉണ്ടാക്കുന്നത് എന്താണോ ആ വസ്തുവിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അലർജിക് ഡയറി കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഈ IBS ഉള്ള ആളുകൾക്കും നമുക്ക് ദഹനം സംബന്ധമായിട്ടുള്ള എന്താണ് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു മലബന്ധം ഉണ്ടാക്കുന്നത് എന്താണ്, ലൂസ് സ്റ്റൂൾ ഉണ്ടാക്കുന്നത് എന്താണ്, ഇത് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബുക്ക് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ റിപ്പീറ്റഡ് ആയിട്ട് ഈ സംഭവം വരുമ്പോൾ എന്തൊക്കെയാണ് ഭക്ഷണം കഴിച്ചത്, ആ ഒരു കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഫുഡ് ഉണ്ടോ ഇതിൽ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബുക്ക് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ഇത് സാധാരണ ക്യാൻസർ പോലുള്ള ഒരു കണ്ടീഷനിലേക്കൊന്നും എത്തില്ല. അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അസുഖമൊന്നുമല്ല IBS എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതായത് നമ്മൾ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസിൽ ഇപ്പോൾ നമ്മളൊരു വർക്കിന് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു എക്സാമിന് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊന്ന് പുറത്ത് പോവാണ്, ട്രിപ്പിന് പോവാണ്, ഈ ഒരു സമയത്തൊക്കെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും. ഈ ഒരു അസ്വസ്ഥത മൂലം നമുക്ക് മെന്റലി തന്നെ ചില ആളുകൾക്ക് ആൻസൈറ്റി കാണാറുണ്ട്. പിന്നെ മറ്റ് ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് വയറുവേദന, മെയിനായിട്ട് ഈ പുക്കളുടെ മുകളിലായിട്ട് അല്ലെങ്കിൽ എപ്പിഗാസ്ട്രിക് റീജിയനിലൊക്കെ ആയിട്ട് വയറുവേദന കാണാറുണ്ട്. അതോടൊപ്പം തന്നെ വയറിൽ ഗ്യാസ് നിറയുന്ന ഒരു അവസ്ഥ, ഗ്യാസ് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് പോലെ വിശപ്പില്ലായ്മ, എപ്പോഴും ഒരു വയറിനൊരു അസ്വസ്ഥത. രോഗികൾ പറയാറ് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരിക്കും വയറ് മൊത്തം. അങ്ങനെ അത് കാരണം തന്നെ നമുക്ക് ഒന്നിനോട് ഒരു താല്പര്യമില്ലായ്മ, ഈ ഒരു രീതിയിലൊക്കെയാണ് ഇതിന്റെ ഒരു പ്രസന്റേഷൻ വരാറുള്ളത്. ഇത് നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? നമുക്കിത് IBS ആണോ അത് വേറെ എന്തെങ്കിലും ആണോ, അത് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരാഴ്ചയിൽ ഈ ഒരു എപ്പിസോഡ് ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 1-2 തവണ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു 3 തവണ ഉണ്ടാവുക, ഇത് അടുപ്പിച്ചൊരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് വന്നുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ IBS സസ്പെക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മറ്റ് പല അസുഖങ്ങളുണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടെസ്റ്റുകളും ചെയ്യിക്കാറുണ്ട്. അതായത് എൻഡോസ്കോപ്പി മുതലായിട്ടുള്ളവ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ തൈറോയ്ഡ് ഉള്ള ആളുകളിൽ, ഡയബറ്റീസ് ഉള്ള ആളുകളിൽ, വേറെ എന്തെങ്കിലും ഇത് ഇൻഫെക്ഷൻ ഉള്ള ആളുകളിലൊക്കെ ഈ ഒരു ഇഷ്യൂസ് കാണാറുണ്ട്. കൂടുതലായിട്ട് പെയിൻ കില്ലേഴ്സ് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന് നമ്മൾ നോക്കിയിട്ട് മറ്റ് പല അസുഖങ്ങൾ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഇനി ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആൻസൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അത് ഒരു എങ്ങനെയെങ്കിലും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഒരു മാർഗം. അതായത് ഒന്നുമില്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് ചെയ്യാം, എക്സസൈസ് ചെയ്യാം, എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളത് ആസ്വദിച്ച് ആ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബ്രെയിനിനും അതുപോലെ തന്നെ നമ്മൾ ദഹനത്തിനും എല്ലാം നമുക്ക് ഒരു നല്ല റിസൾട്ട്, ഇത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ സ്ട്രെസ് മാനേജ്മെൻറ്റിന് തന്നെയാണ്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ അരവയറെ കഴിക്കാവൂ, അതായത് വയറ് മുട്ട ഒന്നും കഴിക്കരുത്, നമ്മൾ വയററിഞ്ഞ് കഴിക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തേണ്ടതാണ്. കുറേ വലിച്ചു വാരി കഴിക്കുക എന്നുള്ളതല്ല, ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതിൽ തന്നെ നന്നായിട്ട് ഫ്രൂട്ട്സ്, അതുപോലെ നട്ട്സ്, വെജിറ്റബിൾസ്, അതായത് വേവിച്ച പച്ചക്കറികൾ കഴിക്കുകയാണ് കുറച്ചും കൂടി നല്ലത്. അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ആ ഒരു ജ്യൂസായിട്ട് കുടിക്കാണ്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ നല്ലോണം നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. നമ്മൾ പലപ്പോഴും നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കും, പക്ഷേ വെള്ളം അതിനനുസരിച്ച് കുടിക്കും. അപ്പോൾ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവുകയും നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടാവും. സോ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കണം. ഒരു ദിവസം 2.5 to 3 ലിറ്റർ വെള്ളം തീർച്ചയായിട്ടും കുടിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പ്രോബയോട്ടിക്സിൻ്റെ ഉപയോഗം കൂട്ടുക എന്നുള്ളതാണ്. അതായത് പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള ചെറിയ ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പ്രോബയോട്ടിക് ഫുഡ് എന്ന് പറയുന്നത്. ഇത് ധാരാളം കിട്ടുന്നത് അധികം പുളിപ്പില്ലാത്ത തൈര്, അല്ലെങ്കിൽ കൂടുതൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാത്ത അച്ചാറുകൾ, ഉപ്പിലിട്ട് വെച്ച അച്ചാറുകൾ, അല്ലെങ്കിൽ പഴങ്കഞ്ഞി തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ വയറിന് നല്ലതാണ്. പിന്നെ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇത് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയാൻ സഹായിക്കും. അതായത് ചെറിയ മത്സ്യങ്ങൾ, മത്തി, അയില, നത്തോലി തുടങ്ങിയ മീനുകൾ, ഇവ നമ്മളെ വയറിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയാൻ വേണ്ടി സഹായിക്കും. അത് നമുക്ക് വാൾനട്ട്, ബദാമിലൊക്കെ ഈ ഒരു omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പം മീൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കുറേ ഫ്രൈഡ് ആയിട്ട് കഴിക്കുന്നതിനേക്കാൾ നല്ലത്
കറി വെച്ച് കഴിക്കുന്നത് തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ഒരു ബുദ്ധിമുട്ട്, ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ. ഇതൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ അയമോദകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും വളരെയധികം നല്ലതാണ്. അതായത് ഭക്ഷണത്തിന് മുമ്പായി 2-3 നേരമൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വെള്ളം കുടിച്ചു നോക്കാവുന്നതാണ്. ഇത് നമ്മൾ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഹോമിയോപ്പതിയിൽ ഇതിനെതിരായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓരോ ആളുകൾക്കും ഓരോ രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ് ഹോമിയോപ്പതിയിൽ ഇതിനെതിരായിട്ട് ഉള്ളത്. ഓരോ ഇൻഡിവിജ്വൽ ക്യാരക്ടർ അനുസരിച്ച് ഓരോ ആളുകളുടെ കേസ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തതിന് ശേഷമാണ് ഇതിനുള്ള മെഡിസിൻസ് എഴുതാറുള്ളത്. നമ്മൾ പൊതുവേ കേസ് എടുക്കുന്ന സമയത്ത് തന്നെ 70-80% ആളുകൾക്കും മെൻ്റലി ഒരു ഫാക്ടർ കാണാറുണ്ട് ഈ IBS ഉള്ള ആളുകളിൽ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ, ഇത് വെറും ലക്ഷണങ്ങൾ മാത്രമല്ല, മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഹോമിയോപ്പതിയിൽ ഇതിനെതിരായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഗാഥ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ്, ഒലിവ് ഹോമിയോപ്പതി, കീശ്ശേരി, മലപ്പുറം ഡിസ്ട്രിക്ട്. താങ്ക് യു.